ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഇതൊരു അച്ഛൻ തൻ്റെ മകനോടുള്ള സ്നേഹം തെളിയിക്കുന്ന ഒരു നല്ല ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഓക്കെ, ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്താണ്, ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ചില കഥകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വല്ലാതെ സ്വാധീനിക്കും അല്ലേ, ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ ഒരു കഥയാണ്. ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈ സൺ, ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി. എൻ്റെ മകനെ ഒരിക്കലും ബെഗർ എന്ന് പറയുന്നതിലേക്ക് ഞാൻ തള്ളിവിടൂല, അതാണ് അതിൻ്റെ അർത്ഥം. വേറെ എന്തോ നമുക്ക് ഊഹിക്കാം. മൈ സൺ വിൽ നോട്ട് ബി ബെഗർ, വിൽ നോട്ട് ബി എ ബെഗർ. എൻ്റെ മകൻ ഒരിക്കലും ബെഗർ ആവാൻ ഞാൻ അനുവദിക്കൂല, അല്ലെങ്കിൽ എൻ്റെ മകൻ ഒരിക്കലും ഒരു ബെഗർ അല്ല. അങ്ങനെയൊക്കെ നമുക്ക് എന്താ അർത്ഥം എടുക്കാം. അപ്പോൾ എന്തുകൊണ്ടാവാം മൈ സൺ എന്ന് പറയുന്നത്? അത് ആര് പറഞ്ഞതാവാം? ഒരു പാരന്റ് പറഞ്ഞതാവാം അല്ലേ? അങ്ങനെ ആ ഒരു പാരന്റ് പറഞ്ഞ ഉത്തരമാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. എൻ്റെ കുട്ടി ഒരു ബെഗർ അല്ല, അല്ലെങ്കിൽ എൻ്റെ മോനെ ഞാനൊരു ബെഗർ ആക്കൂല എന്ന് പറയുന്നൊരു അച്ഛൻ്റെ സുദൃഢമായ അല്ലെങ്കിൽ അച്ഛൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് ഈ ഒരു കഥ പിറവിയെടുത്തിരിക്കുന്നത്. ഈ ഒരു കഥ നടക്കുന്നത് ഇത് റൈറ്റർ, ഇത് എഴുതിയ ആൾ തന്നെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് എഴുതിയ ആളുടെ ലൈഫ് തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പറയുന്നത്. അറിയാലോ, ഓട്ടോബയോഗ്രഫി എന്നൊക്കെ നമ്മൾ പറയൂലേ, ആത്മകഥ. എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം നമുക്ക്. ന്യൂസ് വായിച്ചുതരാം. ജസ്റ്റ് അതിന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം നമുക്ക്. എന്തായാലും മിസ്സിന് ഒരു കഥ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് എഴുതിയ റൈറ്ററുടെ പേര് പിന്നെ ഒരു ഇംഗ്ലീഷ് ഫേമസ് ആയിട്ടൊരു റൈറ്ററാണ് ഇത് എഴുതിയത്. നോക്കാം. ഇതിൽ പറയുന്നത് തൻ്റെ മകനെ ഒരിക്കലും ഒരു ഡോക്ടർ ആക്കാൻ അനുവദിക്കാതെ, അതായത് എന്താണ്, കാഴ്ചശക്തി നഷ്ടപ്പെട്ട തൻ്റെ മകനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഡോക്ടർ ആക്കാൻ അദ്ദേഹം എടുത്ത എഫേർട്ട്, ഒരു അച്ഛൻ തൻ്റെ മകനെ ഡോക്ടർ ആക്കാൻ എടുത്തൊരു എഫേർട്ടാണ് ഒരു കഥയിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് കണ്ടോ, വൈ ഡിഡ് ദ റൈറ്റർ മിസ് വെൻ ഹി ലോസ് ഹിസ് സൈറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ലോസ്റ്റ് ഹിസ് സൈറ്റ്. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് എന്ന്. അപ്പോൾ ഒരു കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു ഡോക്ടറെ കഥയാണ് ഇത്. നെക്സ്റ്റ് പറയുന്ന കണ്ടന്റ് എന്താണ്? കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു ഡോക്ടറെ കഥയാണ് ഇനി മിസ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ എന്താണെന്നറിയോ? മിസ് വായിച്ചുതരാം. വാട്ട് തിങ്സ് ഡസ് എ നോർമൽ ചൈൽഡ് ലൈക്ക് ടു സീ ആൻഡ് ചൈൽഡ്ഹുഡ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് അതർ ചിൽഡ്രൻ? വാസ്വേദാസ് എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്. അതായത് WASWED. ഓക്കെ, വേദാസ്. അപ്പോസ്റ്റഫിയസ്, ഇതാണ് നമ്മുടെ ക്യാരക്ടറുടെ പേര്. ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ആര്? ഈ പറഞ്ഞ വാസ്വേദാസ്. ഈ വാസ്വേദാസ് എഴുതിയ ഒരു കഥയാണിത്. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു സംഭവമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അതായത് ഇൻ ഇന്ത്യ ആസ് എൽസ്വെയർ എവറി ഗേൾ ആൻഡ് ബോയ് ഹാസ് ഫൗണ്ട് ഓഫ് വാം മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. ഏത് കുട്ടിയാണെങ്കിലും എല്ലാവർക്കും അതിൻ്റെതായ ഒരു നല്ല നല്ല സ്വീറ്റ് മെമ്മറി. നമ്മൾ മാധവിക്കുട്ടിയുടെ ഒരു മെമ്മറീൻ്റെ ഒരു കഥ വായിച്ചിരുന്നല്ലോ, ഇംഗ്ലീഷിൽ തന്നെ അല്ലേ. സുഗതകുമാരി എന്നുള്ള മാധവിക്കുട്ടി, കമലാസുരയ്യ എന്നൊക്കെ പറഞ്ഞ ഒരാൾ, അദ്ദേഹം ചൈൽഡ്ഹുഡിൽ വീട്ടിൽ പോയതും മുത്തശ്ശി മരിച്ചു പോയതും ആ വീട് അത്രയും ഒരു സ്വീറ്റ് മെമ്മറി ആയതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അതേപോലെ ഇതിലും നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിനെ സ്വാധീനിച്ച ചെറിയൊരു സംഭവമാണ്, ഒരു കഥയായിട്ട് ഇതിൽ പറയുന്നത്. ഫ്രം എ ഡേ ഹി ബിഗിൻ ടു ടോക്ക് ഹിസ് മദർ ടു ഫാദർ. Invariably, a child learns to recognize the face of his mother and father, sisters and brothers, and who play with him, and servants who prepare a meals, and used to place with the nursery full of boys. He must also remember the rich color of the butterflies and children everywhere, also love of it. Watch.
ഇതിൽ ഫസ്റ്റ് മിസ് വായിച്ചല്ലോ, മിസ് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മിസ് കഥ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എന്താ കണ്ടന്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് കഥ വായിച്ച് മിസ് ഓരോ എക്സ്പ്ലനേഷൻ തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ പറയുന്നത് ഇദ്ദേഹം ചെറുപ്പത്തിലെ ഒരു 3 വയസ്സ് വരെ ഇദ്ദേഹത്തിന് കണ്ണിന് ഒരു കാഴ്ചക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. 3 വയസ്സിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഒരു നമ്മുടെ റൈറ്റർക്ക്, നമ്മുടെ എഴുത്തുകാരന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ട പിന്നെ ഒരു കുട്ടിയുടെ അവസ്ഥ പിന്നെ നമ്മൾ പറയണ്ടല്ലോ. കാരണം 3 വയസ്സ് വരെ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു കുട്ടി 3 വയസ്സുള്ള ഒരു കുട്ടി കാണുന്നതിനൊരു പരിധിയുണ്ട്. ആ കുട്ടി കാണുന്നുണ്ടെങ്കിലും അത് ഇതാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഭാവിയിലേക്ക് എന്തോ ഓർമ്മ ഉണ്ടാവില്ല, അത് ഇതാണ് എന്നുള്ളത് ഓർമ്മ. ഇത് പൂവിൻ്റെ കളർ റെഡാണ്, അതിന് കളർ വയലറ്റ് ആണ്, ഇത് പച്ചയാണ്, പിന്നെ വയൽ പച്ചയാണ്, പിന്നെ ഓറഞ്ചൊക്കെ ഫ്രൂട്ട്സിൻ്റെ കളർ ഇതാണ്, ലീഫ് കളർ ഇതാണ്, സ്കൈ ഇങ്ങനെയാണ്, റിവർ ഇങ്ങനെ കളർ ഇങ്ങനെയാണ്. അങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം ഈ 3 വയസ്സുകാരൻ എന്തായിട്ടുണ്ടാവില്ല, അതിനുള്ള പക്വത ആയിട്ടില്ല. 3 വയസ്സല്ലേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഭാവിയിലേക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ആ കുട്ടി വളർന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അദ്ദേഹം, ഈ കുട്ടി മീൻസ് ആരാണ്, നമ്മുടെ വാസ്വേദാസിന്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ. അതേപോലെ മിസ് ഇവിടെ വേറൊരു പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ഹെലൻ കെല്ലർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹെലൻ കെല്ലർ? നമ്മുടെ പിന്നെ എന്താണ്, ഡഫ് ആൻഡ് മ്യൂട്ടായിരുന്നു. അപ്പോൾ കണ്ണ് കാണാൻ പറ്റാതായി പോയതും ടച്ച് ചെയ്ത് അപ്പോൾ ഇവരെന്താ, കണ്ണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞ സംഭവം നമുക്കുണ്ട് അല്ലേ? കണ്ണ്, കാത്, ചെവി, മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് പണി മുടക്കാൻ അവന് കഴിഞ്ഞില്ല. അതാ ചെവി, അത് പോയാൽ കഴിഞ്ഞു. പക്ഷേ കണ്ണ്, അതിലേറ്റവും പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? കണ്ണാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ? പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ. അമ്മ, അച്ഛൻ, നമ്മുടെ റിലേറ്റീവ്സിനെ ആരും കാണാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുന്നില്ല, സ്കൈ കാണാൻ പറ്റുന്നില്ല, നമ്മുടെ സറൗണ്ടിങ്സിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആരും, നമ്മുടെ റൈറ്റർ. അപ്പോൾ റൈറ്ററുടെ പിന്നെ ഇവർ താമസിച്ചിരുന്ന ആ ഒരു കൺട്രി, ആ കൺട്രിയിലെ ആളുകളുടെ വിശ്വാസപ്രകാരം കുട്ടികൾ ഇങ്ങനെ 3-ാം വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ശാപം കിട്ടിയ കുട്ടികളാണ്. ഇവരെ എന്ത് ചെയ്യണം, ബെഗ്ഗറാക്കാനാണ് നല്ലത് എന്നൊക്കെയാണ് പൊതുവെ ഒരു ധാരണ. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ അന്നെ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു എന്നറിയോ? ആദ്യം അച്ഛൻ എന്താ ചെയ്ത് പറയാം അല്ലേ? അച്ഛൻ എന്ത് ചെയ്തു, എൻ്റെ മകനെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, ബെഗ്ഗറാക്കൂല എന്നുള്ള ഉറച്ച തീരുമാനം ആദ്യം തന്നെ അച്ഛൻ എടുത്തു. ദാറ്റ് ഈസ് the name of our chapter. What is the name? My son will not a beggar to be. അല്ലേ? എൻ്റെ മകനെ ഒരിക്കലും ഒരു ബെഗ്ഗർ അല്ല എന്നാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര്. ഈ തീരുമാനം തന്നെയാണ് അച്ഛൻ അന്ന് എടുത്തത്. അങ്ങനെ വാട്ട് ഡിസിഷൻ ടു മേക്ക് ഫ്രം ഹിസ് ഫാദർ എന്നൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണേ. അച്ഛനത്തെ തീരുമാനം, വിച്ച് ഈസ് ദ ഡിസിഷൻ എന്നോ അല്ലെ വാട്ട് ഈസ് ദ ഡിസിഷൻ എന്നൊക്കെ ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണേ. എന്ത് ഡിസിഷൻ എടുത്തത്? അപ്പോൾ നിങ്ങൾ പാർട്ടിൻ്റെ പേര് എഴുതിയാൽ മതി. എന്താണെന്ന് അറിയുന്നത്, ആൻസറിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും ആൻസർ. അതായത് മൈ സൺ വിൽ നോട്ട് ബി എ ബെഗ്ഗർ ബി എന്നാണ് നമ്മൾ എടുത്ത ഡിസിഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, കുട്ടി വളരുന്നു. അവസാനം ഈ അച്ഛൻ എന്ത് ചെയ്തു, കുട്ടിയെ സ്കൂളിൽ പോയി ചേർത്തുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞില്ലല്ലോ, അമ്മ എന്ത് ചെയ്തു, യാഗം ബലിയൊക്കെ അല്ലേ അന്നത്തെ ആ രാജ്യത്ത്, അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്മ യാഗം ബലിയൊക്കെ ചെയ്ത് എൻ്റെ മോന് കണ്ണിന് കാഴ്ച കിട്ടുന്നതാണ് അമ്മയുടെ വിചാരം. എന്തായാലും അമ്മ അതൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഭാഗത്തൂടെ നടക്കുന്നു. അച്ഛൻ മകനെ അച്ഛൻ കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിക്കാരനായതുകൊണ്ട് തന്നെ സയന്റിഫിക്കലി അച്ഛൻ മകനെ എന്ത് ചെയ്തു, വളർത്താനാണ് നോക്കിയത് അല്ലെ? യാഗം അതുള്ള വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും സ്കൂളിൽ പഠിപ്പിച്ചു. അങ്ങനെ ഒരു പ്രൂഫ് എന്താ പറയുക, ഇപ്പം സമൂഹ കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങൾ ഒരു അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ മകനെ പഠിപ്പിച്ചാൽ ലെവലിൽ എത്തിച്ചാലേ മകന് ഡെവലപ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോഗ്രസ്സോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് അച്ഛൻ മനസ്സിലാക്കി. അച്ഛൻ മകനെ നന്നായി പഠിപ്പിച്ചു. അങ്ങനെ കൂടുതൽ മിസ് കഥ പറഞ്ഞ് നീട്ടുന്നില്ല. അറ്റ് ലാസ്റ്റ് മകൻ എന്തായി മാറി, ഒരു ഡോക്ടറായി മാറി. ആ ഡോക്ടറാണ് ആര്, വാസ്വേദ്. അദ്ദേഹം എഴുതിയതാണ് എന്ത്, നമ്മൾ ഈ പഠിച്ചൊരു കഥ. നമ്മൾ പഠിക്കുന്ന ഈ ഒരു കണ്ടന്റ് മാത്രമല്ല, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയും ഇത് തന്നെയാണ്. അപ്പം മിസ് ഇത് വായിക്കുക. ഇനി മിസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലാവും. അതായത് ഇൻ ഇന്ത്യ ആസ് എ എൽസർ വി ഗേൾ ഓർ ബോയ് ഹാഡ് ഫോണ്ട് എ വാം മെമ്മറീസ് ഓൺ ഹിസ് ചൈൽഡ്. ഏതൊരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വാം മെമ്മറി, നല്ല മധുരമായ ഓർമ്മകൾ ഒരു പക്ഷേ നമുക്ക് ഉണ്ടാവും. From the day that begins to talk his mother and father, invariably a child learned and recognized his face, his mother and father. ഒരു കുട്ടി ഫേസ് ചെയ്ത, അത് അച്ഛൻ അമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഫേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് ചൈൽഡിലുള്ള ഒരു സ്വീറ്റ് മെമ്മറി ആയിട്ട് ചിലർക്ക് ഓർമ്മ ഉണ്ടാവും. He must also remember to reach colors of the butterflies and birds which children were always loved to watch. But when he was 3
a half. All these memories were expanded, and with prolonged sickness of I started living in a world of four sense. And it is world in which colors and faces and light and darkness are unknown. ചുറ്റും ഇരുട്ട് വ്യാപിക്കുക, ഡാർക്ക്നെസ്, പിന്നെ ചുറ്റും ഡാർക്ക്നെസ് വ്യാപിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഇതാണ്, ഇരുട്ടായി മാറുക. ആ കുട്ടി അനുഭവിക്കുന്ന ഫേസിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇഫ് മൈ ഏജ്, അപ്പോൾ നമ്മളെ കഥ തുടങ്ങുമ്പോൾ മൈ എന്ന് പറഞ്ഞാൽ ആരാ, എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഏജിൽ സിക്നെസ് deprived me of the treasured memories of sight. They also reduced things which are the valued in so much sighted world than nothing more the me words empty of meaning. പാവടല്ലേ, empty meaning, അർത്ഥത്തിലൊന്നുമില്ല, കാഴ്ചയിലൊന്നുമില്ല, അപ്പോൾ എന്തർത്ഥം കാണും ഓരോന്നിനും. I started living the universe when it was not the flood and sunshine എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഒന്നും കാണാതെയാണ് ഞാൻ വളർന്നത്. ആൻഡ് ദ നഴ്സറി വിൻഡോ ഓർ റെയിൻബോ, അല്ലേ, ഞാൻ ഒന്നും കണ്ടില്ല. റെയിൻബോ, മഴവില്ലൊന്നും ഞാൻ കണ്ടില്ല. സൺസെറ്റ് കണ്ടില്ല. ആൻഡ് ഫുൾ ഓഫ് മൂണിനെ ഞാൻ കണ്ടില്ല. ആൻഡ് മാറ്റേഡ് ബട്ട് ദ ഫീൽ ഓഫ് സൺ ഓഫ് എഗെയിൻസ്റ്റ് ദ സ്കിൻ ആൻഡ് സ്ലോ ഡ്രെയിനിങ് സൗണ്ട് ഓഫ് സ്പാറ്റേഡ് റെയിൻ. ഞാൻ കേട്ടത് മഴയുടെ സൗണ്ടും, ആ ചെവി കൊണ്ട് കേട്ട സൗണ്ടുകളൊക്കെ ഉണ്ട്. And the feel of air just before the coming of quiet night and smell of grass of warm morning. It was universe were the first and lone first I made fumbling of flattering. ഇതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടത് എന്നല്ലേ. അതുകൊണ്ട് കാഴ്ചശക്തി ഇല്ലാന്നാണ് ആയിട്ട് ദ റൈറ്റർ സേസ് ഇറ്റ് വാസ് എ യൂണിവേഴ്സ് വർ ദ ഫസ്റ്റ്. അപ്പോൾ ലോകത്തിലേക്ക് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയ പ്രായം മുതൽ ഞാൻ ലോകത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ദാറ്റ് ഐ ലോസ്റ്റ് മൈ സൈറ്റ് വെൻ ഐ ഡിഡ് ബിക്കോസ് ഹാവിങ് നോ മെമ്മറീസ് ഓഫ് സീൻ. അല്ലേ, എനിക്ക് അത് കണ്ട് ഇത് കണ്ട് എന്ന് പറയാനുള്ള ഓർമ്മയൊന്നുമില്ല, കാരണം ഞാനൊന്നും കണ്ടിട്ടില്ല. 3 വയസ്സ് മുതൽ എൻ്റെ കാഴ്ചശക്തി